12 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ചൊക്രാമുടിയിൽ വീണ്ടും കുറിഞ്ഞി വസന്തം. കയ്യേറ്റക്കാരിൽ നിന്ന് റവന്യൂ വകുപ്പ് തിരിച്ചുപിടിച്ച ഭൂമിയിൽ നീലക്കുറിഞ്ഞി പൂത്തിരയുന്നു. ഇടുക്കി ബൈസൺ വാലിയിലെ ചൊക്രാമുടി മലനിരകൾ വീണ്ടും നീലപ്പട്ടണിഞ്ഞപ്പോൾ സഞ്ചാരികളുടെ ഒഴുക്കും തുടങ്ങിയിരിക്കുകയാണ്. മൂന്നാറിന്റെ മലനിരകളിൽ വീണ്ടും കുറിഞ്ഞിക്കാലം. കോടമഞ്ഞിനും മഴത്തുള്ളികൾക്കുമിടയിൽ നീലക്കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയതോടെ ചൊക്രമുടി വശ്യസുന്ദരമായ കാഴ്ചയെ മാറുകയാണ്. കാറ്റിനൊപ്പം തലയാട്ടുന്ന കുറിഞ്ഞിപ്പൂക്കൾ, കാഴ്ച മറയ്ക്കുന്ന കോടമഞ്ഞ, മഴയിൽ തിളങ്ങുന്ന പാറക്കെട്ടുകൾ, പ്രകൃതി ഒരുക്കിയ ഈ നീലവസന്തം കാണാൻ സഞ്ചാരികളും എത്തിത്തുടങ്ങി. ഒരു കാലത്ത് കയ്യേറ്റക്കാരുടെ കൈവശമായിരുന്ന ഭൂമിയാണിത്. നീതിന്യായ വ്യവസ്ഥയുടെയും റവന്യൂ വകുപ്പിന്റെയും ഇടപെടലിലൂടെ തിരിച്ചുപിടിച്ച മണ്ണിലാണ് ഇപ്പോൾ കുറിഞ്ഞി പൂത്തുലയുന്നത്. നീലക്കുറിഞ്ഞി നല്ല സുന്ദരമായിട്ട് ഇപ്പോൾ പൂത്ത് നിൽക്കുകയാണ്. ഇനിയും പൂക്കുമ്പോൾ ഇതിൻ്റെ ഒരു സുന്ദര മനോഹരമായിട്ട് നല്ല ഒരു കാഴ്ചയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ നീലക്കുറിഞ്ഞി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതികൾ ഇത് ഏറ്റെടുത്ത് ഒരു ടിക്കറ്റ് സംവിധാനത്തിൽ ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കുറിഞ്ഞി കാണാൻ കൂടുതൽ ആൾക്കാരും വരും. അവർക്ക് അവർ നശിപ്പിക്കാതെ പോകാൻ ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനും നമുക്ക് സാധിക്കും. മുട്ടുകാട് പാടവും അതുപോലെ തന്നെ ചൊക്രമുടി മലകളും കോടമഞ്ഞും നല്ല ടൂറിസ്റ്റുകൾക്ക് വന്നു പോകാനും കണ്ടുപോകാനും നല്ലൊരു അവസരമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ബൈസൺവാലിക്ക് ഈ പിടിച്ചെടുത്ത ഭൂമി ബൈസൺവാലിക്ക് ഒരു അഭിമാനമായിട്ട് മാറാൻ സാധിക്കും. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന നീലക്കുറിഞ്ഞി പശ്ചിമഘട്ടത്തിന്റെ സവിശേഷ സസ്യമാണ്. സാധാരണയായി 12 വർഷത്തിലൊരിക്കലാണ് പൂവിടുന്നത്. 2014 ചൊക്രമുടിയിൽ അവസാനമായി കുറിഞ്ഞി പൂത്തത്. കൃത്യം 12 വർഷത്തിനു ശേഷം വീണ്ടും മലനിരകൾ നീലനിറമണിയുകയാണ്. തുടർച്ചയായ മഴ പൂക്കൾ പൂർണ്ണമായും വിടരുന്നതിന് തടസ്സമാകുന്നുണ്ടെങ്കിലും മുട്ടിട്ട് നിൽക്കുന്ന ചെടികളും കോടമഞ്ഞും ചേർന്ന് ചൊക്രമുടിയുടെ ഭംഗി കൂട്ടുകയാണ്. മഴ ഉള്ളത് കൊണ്ട് കുറിഞ്ഞി നമുക്ക് പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ മഴ ഇതുവരെ ഒന്നും കുറിഞ്ഞിയെ ഒന്നും ബാധിച്ചിട്ടില്ല. പൂത്ത് വേണ്ട ഇനിയും ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഈ കുറിഞ്ഞിയുടെ വസന്തം വന്നു തുടങ്ങും. അപ്പോൾ അതിനുശേഷം പിന്നീട് മഴ വന്നാൽ മാത്രമാണ് ഈ കുറിഞ്ഞിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ 12 വർഷം മുമ്പോഴും കുറിഞ്ഞി പൂത്തപ്പോഴും മഴയുണ്ടായിരുന്നു. എന്നാലും ഇവിടെ കുറിഞ്ഞിക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഈ മൊട്ടക്കുന്നുകളും മലകളും മുഴുവൻ കുറിഞ്ഞി കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമായിട്ട് മാറിയിരുന്നു അന്നും. മഴ മാറി വെയിൽ തെളിയുന്നതോടെ വരും ദിവസങ്ങളിൽ ചൊക്രമുടി പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഗ്യാപ്പ് റോഡിൽ നിന്നും ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ് വഴി 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുറിഞ്ഞിപ്പൂക്കളുടെ ഈ കാഴ്ചയിലേക്ക് എത്താം. പ്രകൃതിയുടെ നീലവിരുന്ന് ആസ്വദിക്കാൻ സഞ്ചാരികളും ചൊക്രമുടിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില അല്ലേ? അതെ. 22 വർഷത്തെ പാരമ്പര്യമുള്ള 50-ലേറെ ബ്രാഞ്ചുകളുള്ള നിങ്ങളുടെ സ്വന്തം അച്ചയൻസ് ഗോൾഡ്.